ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം. ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം. ചെങ്കടത്തീരത്ത് അത്ഭുതങ്ങൾ യഹോവ ചെയ്തില്ലയോ? ചെങ്കടത്തീരത്ത് അത്ഭുതങ്ങൾ യഹോവ ചെയ്തില്ലയോ? അന്നാ ദിനത്തിൽ തന്മക്കളായിരങ്ങൾ ആരാധിച്ചാത്തില്ലയോ? അന്നാ ദിനത്തിൽ തന്മക്കളായിരങ്ങൾ ആരാധിച്ചാത്തില്ലയോ? ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. യെശയ്യാവിൻ നാവെ തീക്കനലാൽ ശുദ്ധീകരിച്ചില്ലയോ? യെശയ്യാവിൻ നാവെ തീക്കനലാൽ ശുദ്ധീകരിച്ചില്ലയോ? ഇന്നീ ദിനത്തിൽ നിന്ദാസർ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇന്നീ ദിനത്തിൽ നിന്ദാസർ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം. ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 49-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. സ്തോത്രം. മനോഹരമായൊരു വാക്യമാണത്. യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വ്യക്തിപരമായി അറിയുന്നു. യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. യേശു ജനപ്പെരുപ്പമുള്ള എരിഹോവിൻ്റെ തെരുവിൽ കൂടി നടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കൂടെ വലിയൊരു പുരുഷാരവുമുണ്ട്. യേശു എരിഹോ കഴിയാൻ പോവുകയാണ്. അതിൻ്റെ അതിരിലേക്കും കടന്നു പോകുമ്പോൾ, അതാണ് അവിടെ വായിക്കാം, നമുക്ക് വായിക്കാം 46-ാം വാക്യം. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഏതാനും മിനിറ്റ് കഴിഞ്ഞാൽ മതി, യേശു അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. എരിഹോ വിട്ടു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ സമയം അത് ഏറ്റവും നിർണായകമായ സമയമാണ്. യേശു എരിഹോവിൽ വന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, ബർത്തിമായി എന്ന കുരുടന് കാഴ്ച ലഭിച്ചു. മറ്റൊന്ന്, സക്കായി എന്ന് പറയുന്ന ചുങ്കക്കാരന് മാനസാന്തരം ലഭിച്ചു. അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. രണ്ട് കാര്യങ്ങൾ നടന്നു. യേശു എരിഹോവിലൊന്ന് കടന്ന് പോവുകയായിരുന്നു. ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ
സക്കായി രക്ഷ കിട്ടുകയില്ല. ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ ഭർത്യമായി കണ്ണുകാഴ്ചയുള്ളവനായി തീരുകയില്ല. ആ കൃത്യസമയത്ത്, ഒട്ടും വൈകാതെ, ലഭിച്ച സമയത്ത്, തക്ക സമയത്ത് ഈ ഭർത്യമായി കരയാൻ തുടങ്ങി. എന്തോ ഒരു ശബ്ദകോലാഹലം കേട്ടു. ആളുകൾ തിക്കി തിരക്കുന്ന ശബ്ദം കേട്ടു. പാവം കണ്ണുകാഴ്ചയില്ലല്ലോ. ശബ്ദം കേട്ടു. അവൻ ചോദിച്ചു, ഇതെന്താണിത്? ഒരു വലിയ സ്വരം കേൾക്കുന്നില്ല, വലിയ ശബ്ദം കേൾക്കുന്നില്ല, ആരവാരം കേൾക്കുന്നില്ല, ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആരോ പറഞ്ഞു, നസ്രായനായ യേശു കടന്നു പോകുന്നു, നസ്രായനായ യേശു കടന്നു പോകുന്നു. യേശു എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ അവൻ കേട്ട ചില സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി യേശു എന്ന് അവനറിയാം, കേട്ടിട്ടുണ്ട്. കണ്ണുകാഴ്ചയില്ലെങ്കിലും അവന് കേൾവിയുണ്ട്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി യേശു നടന്നു വന്നപ്പോൾ, അപ്പോൾ കുഷ്ഠരോഗി എതിരെ നിൽക്കുകയാണ്. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് കഴിയുമെന്ന് പറഞ്ഞു. മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. യേശു അങ്ങോട്ട് ചെന്നവൻ്റെ മേൽ തൊട്ടു. അവൻ പുറകോട്ട് മാറുകയാണ്. കാരണം അവൻ അശുദ്ധനാണ്, അവൻ കുഷ്ഠരോഗിയാണ്. യേശുവിൻ്റെ മുമ്പിലല്ല, ആരുടെയും മുമ്പിൽ നിൽപ്പാൻ യോഗ്യനല്ല. അവൻ പുറകോട്ട് മാറിയപ്പോൾ യേശു അല്പം വേഗത്തിൽ നടന്ന് എൻ്റെ മേൽ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. യേശു നയീൻ പട്ടണത്തിൽ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. യായിറോസിൻ്റെ ഭവനത്തിൽ യായിറോസിൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 12 വയസ്സുള്ള കുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് കേട്ടിട്ടുണ്ട്. 12 കൊല്ലം ചികിത്സിച്ചിട്ടും ഭേദം വരാത്ത രക്തവാർച്ചക്കാരിയായ സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുത്തെന്ന് കേട്ടിട്ടുണ്ട്. 18 കൊല്ലം കൂനി നടന്നിരുന്ന ഒരു സ്ത്രീക്ക് യേശു കൂനി മാറ്റിക്കൊടുത്തവൻ കേട്ടിട്ടുണ്ട്. 38 കൊല്ലം തളർവാദം ബാധിച്ച് കിടന്ന ഒരു മനുഷ്യനെ യേശു എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുമാറാക്കിയെന്നവൻ കേട്ടിട്ടുണ്ട്. പലതും കേട്ടിട്ടുണ്ട്. അവൻ പാവം, അവൻ ഭിക്ഷക്കാരനായി ഇരിക്കുകയാണ്. ഇക്കണ്ട നാളുകളെല്ലാം ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വഴിയെ പോകുന്നവരെല്ലാം ഓരോ വാർത്തകൾ പറയുന്നത് കേട്ട് അങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് ഞാൻ അറിയുള്ളൂ. യേശുവിനെ കണ്ടിട്ടില്ല, കാരണം കണ്ണുകാഴ്ചയില്ലല്ലോ. യേശു എന്ന അത്ഭുത പുരുഷനെക്കുറിച്ച് അവൻ കേട്ടു. കേൾവിയിൽ കൂടി അവന് വിശ്വാസം കിട്ടി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമുക്കൊക്കെ ഒരു വിശ്വാസം കിട്ടുന്നത് വചനം കേൾക്കുന്ന മൂലമാണ്. വചനം കേൾക്കണം, വചനം ധാരാളമായി കേൾക്കണം. വചനം കേൾക്കുന്നതിൽ അമാന്തം വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഇതെന്ത് എന്നവൻ ചോദിച്ചു. വലിയൊരു ശബ്ദകോലാഹലം കേൾക്കുന്നു. ധാരാളം ആളുകൾ ഇങ്ങനെ തുരുതുരാ നടന്നു പോകുന്ന കാൽപെരുമാറ്റം കേൾക്കാം. ഇതെന്ത് എന്നവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ അവൻ നിലവിളിക്കാതെ, യേശുവേ ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ, യേശുവേ ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ ഭാഗം നോക്കുന്നവർ വായിക്കാം. 46-ാം വാക്യം മുതൽ വായിക്കാം. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാർത്ഥരും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായൊരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര, യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. ഇതേ സംഭവം തന്നെ ലൂക്കോസിന് ശേഷം 18-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം മുതൽ വായിക്കാം. അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. യാചകനായിരിക്കുകയായിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. ശബ്ദം കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. അവൻ മനസ്സിലായില്ല, എന്താ വലിയ കോലാഹലം, ഇത്ര വലിയ ആളുകളിൽ പോകുന്നു, ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. പറയും, മിണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുക, ഒച്ച വയ്ക്കാതെ മൗനമായിരിക്കുക, കാണുന്നില്ലേ യേശു തമ്പുരാൻ കടന്നു പോകുന്നു, പിന്നാലെ യേശുവിന് ശിഷ്യന്മാരുണ്ട്, നീ മിണ്ടാതിരിക്കുക. പലരും അവനെ മുന്നടക്കുന്നവർ അവനെ ശാസിച്ചു. മുന്നടക്കുന്നവർ, യേശുവിൻ്റെ കൂടെ മുന്നടക്കുന്നവർ ഇന്ന് ഒരു പാവപ്പെട്ടവൻ നിലവിളിച്ചാൽ അവനെ ശാസിക്കുകയുള്ളൂ. യേശുവിൻ്റെ കൂടെ എന്ന് ഭാവിച്ച് മുന്നടക്കുന്ന പള്ളിപ്രമാണിമാർ, യെരൂശലേം ദേവാലയത്തിലെ പ്രധാനികൾ, സനദ്രി സംഘത്തിലുള്ളവർ, സുപ്രീം സിനഡിലുള്ളവർ, യെരൂശലേം ദേവാലയത്തിലെ മഹത്തായ പെരുന്നാളുകൾ ആഘോഷിക്കുന്നവർ, അവരെല്ലാവർക്കും അവർക്ക് ഈ പാവപ്പെട്ടവെന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അവർ മിണ്ടാതിരിക്കുന്നവന് ശാസിച്ചു. മുൻ നടക്കുന്നവർ ശാസിച്ചു. നിങ്ങളും ആത്മീയ വഴിയിലേക്ക് വന്നാൽ മുൻ നടക്കുന്നവർ നിങ്ങൾ ശാസിച്ചു എന്ന് വരും. കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നാൽ ചില മുന്നമേ വന്നവർ നിങ്ങളെ താഴ്ത്തിയിടാൻ നോക്കിയെന്ന് വരും. നിങ്ങളുടെ തല വെക്കാൻ സമ്മതിച്ചില്ല എന്ന് വരും. ദൈവത്തിന് സ്തോത്രം.
അല്ല പള്ളി പ്രമാണിമാർ ഈ ഇത്ര വലിയ ആഘോഷമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒതുക്കാൻ നോക്കും, നിങ്ങളെ തട്ടി ഒതുക്കിയിടാൻ നോക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഈ കാറ്റുണ്ടെങ്കിൽ, പന്തിൻ്റെ ഉള്ളിൽ കാറ്റുണ്ടെങ്കിൽ എത്ര ആഞ്ഞടിച്ചാലും ആ പന്ത് പൊങ്കി വരികയുള്ളൂ. ആഞ്ഞടിച്ചാലും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, സഭയിൽ നിന്ന് ചില എതിർപ്പുകൾ എനിക്ക് വന്നു. ചില ഒരു കാരണമില്ലാത്ത എതിർപ്പുകൾ ചിലരിൽ നിന്ന് വന്നു. അന്ന് ഞാൻ ഈ കൂട്ടായ്മ അങ്ങ് നിർത്തിയിട്ട്, കൂട്ടായ്മ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവർ പറയുന്നത് പോലെയൊക്കെ അങ്ങ് പോയിരുന്നെങ്കിൽ ചില പള്ളികളിലൊക്കെ പ്രസംഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ എതിർപ്പ് വന്നത് ഉപകാരമായി. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ആത്മീയ കൂട്ടായ്മയുണ്ടായി. അന്ന് എന്നെ പള്ളികളൊക്കെ പ്രസംഗിപ്പിക്കുകയൊക്കെ ചെയ്ത് സഭ ഒക്കി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ വീര്യം കെട്ടവനായി പോയേനെ. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഉണ്ടാവുകയില്ലായിരുന്നു. അന്ന് അത്ര എതിർപ്പുണ്ടായില്ലായിരുന്നെങ്കിൽ റേഡിയോയിൽ പ്രസംഗം തുടങ്ങുകയില്ലായിരുന്നു. അന്ന് എതിർപ്പുണ്ടായിരുന്നില്ലെങ്കിൽ ടി വിയിൽ പ്രസംഗം തുടങ്ങുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ എതിർപ്പ് അത് എനിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളതിന് തെളിവായിട്ട് ഞാൻ പറയുകയാണ്. ഇക്കണ്ട പുസ്തകങ്ങളൊന്നും എഴുതുകയില്ലായിരുന്നു. ഞാനങ്ങ് മരിച്ചു പോയാലും, പ്രിയപ്പെട്ടവരെ, തലമുറ കഴിഞ്ഞാലും കർത്താവിൻ രണ്ടാമത്തെ വരവരെയും ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന അവിടെ ഇരിക്കും. പുസ്തകങ്ങൾ എഴുതിയത് അവിടെ ഇരിക്കും. അത് ഒരു നിത്യനിധിയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എതിർപ്പുകൾ വരുന്നത് നല്ലതാണ്. കാരണമില്ലാത്ത എതിർപ്പായിരിക്കണം. നമ്മിൽ കുറ്റമുണ്ടായിട്ടുള്ള എതിർപ്പാണെങ്കിൽ നാം ദൈവത്തിന് അനുഭവിച്ചേ പറ്റൂ. നമ്മിൽ കുറ്റമില്ലാതെ, ഈ പറയുന്ന ആരോപണമൊന്നും ശരിയല്ലാതെ, നമ്മുടെ ജീവിതത്തിൽ പാപമൊന്നും ഇല്ലാതിരിക്കെ നമ്മെ ആളുകൾ ആക്രമിക്കുന്നുവെങ്കിൽ നല്ലതാണ്, അനുഗ്രഹത്തിന് കാരണമായി തീരും. ഒരു ഉന്നതനായ ഒരു മനുഷ്യൻ പലയിടത്തും ചെന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ യോഹന്നാൻ സാറിനെ മുടക്കിയിരിക്കുകയാണ്. യോഹന്നാൻ സാർ പള്ളിയിൽ പോവുകയില്ല. തന്നെയുമല്ല, അദ്ദേഹം വേറെ ചിലത് കൂടി പറഞ്ഞു. പറഞ്ഞതെല്ലാം പറയാൻ എനിക്കും പേടിയാണ്. കാരണം അത്ര മഹാനായ ഒരു മനുഷ്യനാണ് പറഞ്ഞത്, ഉന്നതനായ ഒരു മനുഷ്യനാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് പറയാൻ എനിക്കും ഭയമുണ്ട്. എങ്കിലും ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം. യോഹന്നാൻ സാറ് പള്ളിയിൽ പോകുന്നില്ലെന്ന് മാത്രമല്ല, പള്ളിയിലെ കുർബാനയുടെ സമയത്ത് വീട്ടിൽ യോഗം നടത്തുന്ന മനുഷ്യനാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങൾ ഈയിടെ വന്നവർക്ക് അറിയുമ്പോഴായിരിക്കും, കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം പോലും ഞങ്ങളുടെ ഇടവ പള്ളിയിലെ കുർബാനയുടെ സമയത്ത് യോഗം നടത്തിയിട്ടില്ല. ഒരിക്കലും നടത്തിയിട്ടില്ല. എങ്കിലും നുണ പറയുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നുണ പറയുന്ന ആ ഉന്നതനായ മനുഷ്യൻ പിന്നെയും നുണ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സഹോദരങ്ങളെ, ഓർക്കൂ, മിണ്ടാതിരിപ്പാൻ ശാസിക്കും. ഒരു പാവപ്പെട്ടവൻ മാനസാന്തരപ്പെട്ടാൽ അവന് ശാസിക്കും. പിണങ്ങി പാർത്ത ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവരെ ശാസിക്കും. അതൊന്നും ഈ കൂട്ടർക്ക് വലിയ വിലയൊന്നുമില്ല. എതിരാളികൾക്ക് അതൊന്നും വിലയില്ല. 9 വർഷത്തിലേറെ പിണങ്ങി പാർത്തിരുന്ന ഒരു സ്ത്രീ ഭർത്താവുമായി നിരപ്പായി ഒരുമിച്ച് അവർ ജീവിക്കുന്നു. അത് വിലപ്പെട്ടൊരു കാര്യമല്ലേ? അത് മനസ്സിലാകുന്നില്ല പലർക്കും. അനേകം വർഷങ്ങളായി അപ്പനും മക്കളും മിണ്ടാതിരുന്ന അപ്പനും മക്കളും ഇന്ന് വർത്തമാനം പറയുകയും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നു. അത് നല്ലതല്ലേ? വാടക കൊലയ്ക്ക് പോയവരും കൂലിത്തലിന് പോയവരും ഇന്ന് മാനസാന്തരപ്പെട്ട് മനുഷ്യസ്നേഹികളും ദൈവസ്നേഹികളുമായി മാറുന്നു. അത് നല്ലതല്ലേ? ദൈവത്തിന് സ്തോത്രം. ആത്മഹത്യയ്ക്ക് വേണ്ടി മുതിർന്നവർ അനേകരും ആത്മഹത്യ വേണ്ട എന്ന് വെച്ചിട്ട് അവർ സമാധാനം അനുഭവിക്കുന്നു. അത് നല്ലതല്ലേ? വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാർ, യുവാക്കന്മാർ, അവർ മദ്യവും മയക്കുമരുന്നും വേണ്ട എന്ന് വെച്ച്, കഞ്ചാവ് വേണ്ട എന്ന് വെച്ച് അവർ നേർവഴിയിലേക്ക് തിരിഞ്ഞ് അവർ വളരുന്നു, അവർ അഭിവൃദ്ധിപ്പെടുന്നു. നല്ലതല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും കൂട്ടായ്മ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഏതെങ്കിലും വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളല്ല. സ്വർഗത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. നിങ്ങളും അനേകരീ അത്ഭുതങ്ങൾക്ക് അനുഭവക്താക്കളല്ലേ, അനുഭവിക്കുന്നവരല്ലേ? ദൈവത്തിന് സ്തോത്രം. മുൻ നടക്കുന്നവർ ശാസിക്കും, പക്ഷേ അവൻ പിന്നെയും നിലവിളിച്ചുകൊണ്ടിരുന്നു. മർക്കോസ് സുവിശേഷം വീണ്ടും എടുക്കാം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന് 48-ാം വാക്യം. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലോ, നിങ്ങൾ നിരാശപ്പെടരുത്. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, എൻട്രൻസ് ടെസ്റ്റിന് പാസ്സാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അയ്യോ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, അങ്ങനെ നിങ്ങൾ നിരാശപ്പെടരുത്.
ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തളരരുത്. നിങ്ങൾ പിന്നെയും പിന്നെയും നിലവിളിച്ചുകൊണ്ടിരിക്കുക, പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരാളുടെ കാര്യം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു ഉന്നതമായ പരീക്ഷയിൽ എഴുതുന്ന ആ വ്യക്തി പലവട്ടം തോറ്റു. ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞു, നിരാശപ്പെടരുത്, എഴുതുക, ഇനി എഴുതുക. ഇല്ല, എന്നെക്കൊണ്ട് വയ്യ, ഇനി പറ്റില്ല, ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞു, എഴുതുക, ഇനി എഴുത്. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യം, പാസ്സായി, ഉയർന്ന നിലവാരത്തിൽ എത്തി, ദൈവം അനുഗ്രഹിച്ചു. നന്നായി. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഇപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയ കുട്ടികളുണ്ട്. നിങ്ങൾക്ക് തോറ്റുപോയി എന്നുള്ളതിൽ നിരാശപ്പെടരുത്. ശ്രമിക്കുക, ഇനിയും പഠിക്കുക, മുന്നോട്ട് പോവുക, ഒട്ടും തളരാതെ മുന്നോട്ട് പോവുക. നിങ്ങളൊരു പക്ഷേ പ്രതീക്ഷിക്കാത്ത വിജയം കിട്ടിയവരുണ്ട്, അവർക്കും ദൈവത്തെ സ്തുതിക്കാം. പ്രതീക്ഷിക്കാത്ത രീതിയിൽ തോൽവി വന്നവരുണ്ട്, അവർക്കും നിരാശപ്പെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിലവിളിച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത വാക്യം. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ഈ കണ്ട ബഹളത്തിൻ്റെയും ഒച്ചപ്പാടിൻ്റെയും മധ്യത്തിൽ യേശു അവൻ്റെ സ്വരം കേട്ടു. സ്തോത്രം. ഒരാവശ്യക്കാരൻ്റെ നിലവിളി യേശു കേട്ടു. എത്ര ആരവാരമുണ്ടെങ്കിലും, എത്ര കോലാഹലമുണ്ടെങ്കിലും, എത്ര ആർപ്പുളി ഉണ്ടെങ്കിലും, എന്തെല്ലാം ശബ്ദകോലാഹലം ഉണ്ടെങ്കിലും, അതിൻ്റെ ഇടയിൽ ഒരാവശ്യക്കാരൻ നിലവിളി യേശു കേൾക്കാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ, കാണാം നിങ്ങൾക്ക്. നിങ്ങൾ ദൈവത്തോട് അഭയാചന ചെയ്ത് നോക്കൂ, കാണാം നിങ്ങൾക്ക്. നിലവിളിക്കൂ, നിലവിളിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് നിന്നു, അവിടെ നിന്നു കർത്താവ്. യാത്ര ചെയ്തു പോകുന്ന ആ തെരുവിൻ്റെ ആ ഭാഗത്ത് യേശു അവിടെ നിന്നു. അവന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞു, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല വാക്ക്. ധൈര്യപ്പെടുക. അനേകരെ ഭീരുക്കളായിരിക്കുകയാണ്. ജീവിതത്തിൽ ക്ലേശങ്ങൾ വന്നതുകൊണ്ട്, ആ ക്ലേശങ്ങൾ മാറാത്തതുകൊണ്ട് മനസ്സ് മടുത്തിരിക്കുന്നവർ അനേകരുണ്ട്. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു നിന്നെ വിളിക്കുന്നു. അത്യുന്നതൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. അത്യുന്നതൻ നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു. നിത്യനായ രാജാധിരാജൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിക്കുന്നു. അത്യുന്നതൻ നിന്നോട് സ്നേഹമാണ്. നീ കുരുടനാണോ എന്ന് നോക്കുന്നില്ല. നീ ഏതെങ്കിലും തരത്തിൽ പോരായ്മയുള്ളവനാണോ എന്ന് കർത്താവ് നോക്കുന്നില്ല. പോരായ്മയുള്ളവനെ പോരായ്മയില്ലാത്തനാക്കാൻ യേശുവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഭർത്തിമായി പോരായ്മയുള്ളവനാണ്. അവൻ്റെ കണ്ണിന് കാഴ്ചയില്ല. സങ്കടകരമായ കാര്യമാണ്. ഒരു കാലത്ത് കണ്ണ് കാഴ്ചയുണ്ടായിരുന്ന ആ ഭർത്തിമായിക്ക് ഇപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാതായിരിക്കുന്നു. കാഴ്ച നഷ്ടപ്പെട്ടവനാണ്, കുരുടനായിപ്പോയി, എരുന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, എഴുന്നേൽക്ക. യേശു പറഞ്ഞത് കേട്ട് അവരവനെ വിളിച്ചു. അവൻ ചാടി എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിൻ്റെ അടുക്കൽ വന്നു. അവനൊരു പുതപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന പാവം ഒരു സാധു മനുഷ്യൻ. കുളിർ മാറ്റാനുള്ള വസ്ത്രമൊന്നും അത്രയ്ക്കില്ല. അതുകൊണ്ട് പുതപ്പ് ഇങ്ങനെ പുതച്ചുകൊണ്ട് ഒരു ഭിക്ഷക്കാരൻ യാതൊക്കെ ഇങ്ങനെ വളരെ വിനീതനായി അവിടെ വഴിയോരത്തിരിക്കുകയാണ്. പുതപ്പ് അവൻ വലിച്ച് മാറ്റിക്കളഞ്ഞു. ചാടി എഴുന്നേറ്റു. കണ്ണ് കാഴ്ചയില്ലെങ്കിൽ എഴുന്നേൽക്കാമല്ലോ. ചാടി എഴുന്നേറ്റു. അപ്പോൾ യേശു പറഞ്ഞ വാക്ക് കേട്ട ചിലർ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവനെ പയ്യെ നടത്തി. പുരുഷാരം നിന്നു. വലിയ പുരുഷാരമായിരുന്നു. പുരുഷാരം നിന്നു. അവനെ പയ്യെ യേശു മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവൻ ചാടി എഴുന്നേറ്റു. ഒട്ടും താമസിക്കരുത്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചാടി എഴുന്നേൽക്കണം. ശരീരം കൊണ്ട് എഴുന്നേൽക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളം എഴുന്നേൽക്കണം. ചാടി എഴുന്നേൽക്കണം. ധൈര്യപ്പെടണം. എൻ്റെ കർത്താവ് ജീവിക്കുന്നുണ്ട്. ഞാൻ ഏകാഗിയല്ല, ഞാൻ അനാഥനല്ല, ഞാൻ അശരണനല്ല, ഞാൻ അനാഥനല്ല, അഗതിയല്ല, അശരണനല്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്ക് എൻ്റെ യേശുവുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവമുണ്ട്, എന്നെ രക്ഷിപ്പാൻ മതിയായ ഒരു നല്ല യേശുവുണ്ട്, എനിക്ക് വേണ്ടി തങ്കത്തിരുമാറ് തുറന്ന് തിരുരക്തമൂറ്റിയ ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി ചങ്ക് തുറന്ന് രക്ഷകനായ മെസ്സിയ തമ്പുരാനുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ പാപം വഹിച്ച എൻ്റെ യേശുവുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. എനിക്ക് യേശുവുണ്ട്,
എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ എനിക്ക് യേശുവുണ്ട്. ഞാൻ യാചകനെ പോലെ ഇപ്പോൾ ഇരിക്കുന്നെങ്കിലും എന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. എന്നെ പേർ ചൊല്ലി വിളിച്ച് വരാൻ പറയുന്ന യേശുവുണ്ട്. എന്നെ വിളിക്കുന്ന യേശുവുണ്ട്. അവനെ വിളിപ്പീനെന്ന് പറഞ്ഞ യേശുവുണ്ട്. എന്നെ ദൈവം വിളിക്കുന്നുണ്ട്. സ്നേഹിതരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ യേശു വിളിക്കുകയാണ്. നിങ്ങൾ ഏത് അധമസ്ഥയിലിരുന്നാലും, ഏത് അധപ്പതിച്ച അവസ്ഥയിലിരുന്നാലും, ഏറ്റവും ഹീനമായ അവസ്ഥയിലിരുന്നാലും അവിടെ നിന്ന് എഴുന്നേൽക്കാനാണ് കർത്താവ് പറയുന്നത്. എഴുന്നേൽക്കുക. നീ ഇപ്പോൾ ഇരിക്കുന്നിടത്തിരിക്കാതെ എഴുന്നേൽക്കുക. നീ എഴുന്നേറ്റ് വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നീ എഴുന്നേറ്റ് വരിക. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് വരിക. അവരെ പിടിച്ച് യേശുവിന് മുമ്പിൽ കൊണ്ടുവന്നു. സ്തോത്രം. ഏത് ദയനീയാവസ്ഥയിലാണെങ്കിലും എഴുന്നേൽക്കണം പ്രിയരെ. അധൈര്യപ്പെട്ടിരിക്കരുത്. നിങ്ങൾ തളർന്നിരിക്കരുത്. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്. ഇനി എൻ്റെ പരിശ്രമമെല്ലാം നിർത്തി എന്നെക്കൊണ്ട് വയ്യ എന്ന് പറഞ്ഞിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിന്നെക്കൊണ്ട് സാധിക്കും എന്നല്ല, നിന്നെക്കൊണ്ട് സാധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെക്കൊണ്ട് അത്ഭുതങ്ങൾ നിവർത്തിപ്പിക്കും. നീ വിശ്വസിക്കൂ ഈ ദൈവത്തെ, ഈ അത്ഭുത കൃപയുള്ള ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കൂ. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കൂ. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ മതിയായവനാണ്. അവൻ എന്നെന്നും മതിയായവനാണ്. എന്നും നല്ലവനാണ്. എന്നെന്നും നല്ലവനാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ പിറകെ പോകാൻ യോഗ്യനാണ്. വിശ്വസിപ്പാൻ യോഗ്യനാണ്. സ്നേഹിപ്പാൻ അർഹനാണ്. നീ വിളിച്ചപേക്ഷിപ്പാൻ യോഗ്യനാണ്. നല്ലവനായ യേശു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഓരോരുത്തരെയും വിളിക്കുകയാണ്. നിങ്ങളുടെ പേരവനറിയാം. നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരവനറിയാം. നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് നിർത്താനറിയാം. നിങ്ങളുടെ പോരായ്മ എന്താണെന്ന് നിർത്താനറിയാം. എവിടെയാണ് നിങ്ങളുടെ കേടെന്ന് നിർത്താനറിയാം. അത് എല്ലാം നിരപ്പാക്കാനും എല്ലാം ശരിയാക്കാനും യേശുവിന് കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. യേശു ക്രിസ്തു അത്ഭുത തേജോമയനായ ദൈവപുത്രനാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു സർവ്വവല്ലഭനായ ദൈവമാണ്. യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണ്. എൻ്റെ വ്യക്തിപരമായ രക്ഷകനാണ്. മൈ പേഴ്സണൽ സേവിയർ. എൻ്റെ വ്യക്തിപരമായ രക്ഷകനാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. എന്നെ പാവച്ചേറിൽ നിന്ന് പൊക്കിയെടുത്ത എൻ്റെ ഉദ്ധാരകനാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യേശു വലിയവനാണ്. യേശു എൻ്റെ സ്വന്തമാണ്. യേശു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ യേശു എൻ്റെ സ്വന്തമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, എൻ്റെ സ്വന്തമായ യേശുവേ എന്ന്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, എൻ്റെ സ്വന്തമായ യേശുവേ എന്ന്. എൻ്റെ സ്വന്തമായ യേശുവേ, നിൻ്റെ സ്വന്തമല്ലേ ഞാൻ. നിനക്ക് ഇഷ്ടം പോലെ എൻ്റെ കാര്യത്തിൽ ചെയ്യാമല്ലോ. ഞാനത് നിനക്ക് വിട്ടു തന്നതല്ലേ. എന്നെ നിനക്ക് ഞാൻ തന്നതല്ലേ. ഒരിക്കലായിട്ട് നിന്നെ ഏൽപ്പിച്ചതല്ലേ. എൻ്റെ സ്വന്തമായ യേശുവേ, ഞാൻ നിനക്ക് സ്വന്തം. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്വന്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൻ്റെ സ്വന്തം മകനാണ്. ഞാൻ നിൻ്റെ സ്വന്തം ഭൃത്യനാണ്. ഞാൻ നിൻ്റെ സ്വന്തം ദാസനാണ്. ഞാൻ നിൻ്റെ സ്വന്തം അടിമയാണ്. കർത്താവേ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്നോട് ചെയ്യാം. ഞാനിതാ എന്നെ വിട്ടു തന്നിരിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. എറിഞ്ഞു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം. അവൻ്റെ കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം എറിഞ്ഞു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കരങ്ങളിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുക. എറിഞ്ഞു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ബദ്ധ്യമായി അവരെ പിടിച്ച് നടത്തി യേശുവിന് മുമ്പിൽ വന്നു നിന്നു. വായിക്കാം. ചാടി എഴുന്നേറ്റു യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു നീ പറയൂ. നിൻ്റെ ആഗ്രഹം എന്താണ്? ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ദൈവം പറയും നോക്കൂ. കർത്താവ് പറയും നോക്കൂ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. നിൻ്റെ ആഗ്രഹം എന്താണ്? നീ പറഞ്ഞോളൂ. സ്തോത്രം. എൻ്റെ ദൈവമേ, ഈ സ്നേഹത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മറികടന്ന് പോവുകയില്ല. നമുക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഒരാൾ നിന്ന് തരുന്നു. ആരാണിത്? സർവ്വവല്ലഭനായ ദൈവം, അണ്ടകടാകത്ത് മനഞ്ഞവനായ നിത്യനായ ദൈവം, ഈ അഖിലാണ്ട പ്രപഞ്ചത്തെയും മുഴുവനെയും നിർമ്മിച്ച് സൃഷ്ടിച്ച് ഇതുവരെയും എല്ലാം നടത്തിക്കൊണ്ടുവന്ന നിത്യനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറയാൻ തോന്നിപ്പോകുന്നല്ലോ. ഞാൻ ഈ അടുത്ത സമയത്ത് ചിലത് വായിച്ചു. ഒരു ശിശു ജന്മമെടുക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ ശിശുവിൻ്റെ ശരീരത്തിലെ രക്തധമനികളെല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് ക്രമീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിൽ നെർവസ് സിസ്റ്റം അത് വേണ്ടതുപോലെ ക്രമീകരിച്ചു. അവിടെ തലച്ചോറിൽ ഒരു ഇമ്പൾസ് കിട്ടുമ്പോഴേക്കും ഉടനെ തലച്ചോറ് കൽപ്പിക്കുന്നു. മോട്ടോർ നെർവ്സ് അവിടെ പ്രവർത്തിക്കുന്നു. ചെന്ന് അവിടെ ആ കരം വെച്ച് ആ വേദനയുള്ള ഭാഗത്ത് തൊടുന്നു. അത് ഈ മോട്ടോർ നെർവ്സ് ചെയ്യണമെങ്കിൽ അതിന് ആ സെൻസ് ഓർഗൻ്റെ നിർദ്ദേശം വേണം. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഞാനും ഈയിടെ അത്ഭുതപ്പെടുകയാണ്. ഒരു കുഞ്ഞിനെ കിട്ടുന്ന എന്തൊരു ഭാഗ്യമാണ്. ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടുന്ന എന്തൊരു ഭാഗ്യമാണ്. അംഗഭംഗമില്ലാത്ത ഒരു നല്ല കുഞ്ഞിനെ കിട്ടുന്ന എന്തൊരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം ക്രമീകരിച്ച് മെനഞ്ഞ് എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് നിർമ്മിച്ച് കർത്താവ് ആ കുഞ്ഞിനെ ഒരുക്കി ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം. എന്തൊരു അത്ഭുതമാണിത്! നീ ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. ഭയങ്കരവും അതിശയവുമായി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അത്ഭുതകരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അണുവും ദൈവം കണ്ട്, ദൈവം നിർമ്മിച്ച്, ദൈവം സൃഷ്ടിച്ച് അതതിൻ്റെ സ്ഥാനത്താക്കി അതിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സാധാരണക്കാരല്ല പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യൻ സാധാരണക്കാരനല്ല. ഓരോ മനുഷ്യനും ദൈവസന്നിധിയിൽ വിലയേറിയവനാണ്. പിശാചിന് തന്നെ കൊടുക്കാതിരുന്നാൽ മാത്രം മതി. പിശാചിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാതിരുന്നാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. വ്യർത്ഥമായി യേശുവിന് മുമ്പിൽ വന്നു. കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. യേശുവിനോട് ദൈവത്തിന് സ്തോത്രം, എന്ത് നീ ഇച്ഛിക്കുന്നു ചോദിച്ചു. അവൻ പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. ഒരേ ഒരു കാര്യം മാത്രം മതി, എൻ്റെ കണ്ണ് തുറന്നു തരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ അകക്കണ്ണ് തുറന്നു തരണമേ. ആത്മീയ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ എൻ്റെ അകക്കണ്ണ് തുറന്നു തരണമേ. അകത്തെ കണ്ണ് തുറന്നു തരണമേ. പുറമേയുള്ള കണ്ണ് ഭാഗ്യവശാൽ നിനക്ക് കാഴ്ച തന്നിട്ടുണ്ട്. അകം കണ്ണ് തുറന്നു തരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയൂ, കർത്താവോട് പറയൂ, കർത്താവേ, എൻ്റെ കണ്ണ് തുറന്നു തരണമേ. അവൻ പറഞ്ഞു, എൻ്റെ കണ്ണ് തുറന്നു തരണമേ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് വരിക, യേശു നിന്നെ വിളിക്കുന്നു. എഴുന്നേറ്റ് വരിക. നീ ഇനിയും നിരാശപ്പെട്ടിരിക്കേണ്ട, നീ ഇനി യാചകനായിട്ടിരിക്കേണ്ട, നീ ഇനി ഭിക്ഷക്കാരനായിരിക്കേണ്ട. നീ എഴുന്നേൽക്കുക. ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുക. ഇപ്പോൾ ഉള്ളതായതിൻ്റെ ദയനീയാവസ്ഥയിൽ നീ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക. യേശു നിന്നെ വിളിക്കുന്നു. യേശു നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സ്നേഹവാനായ യേശുവിൻ്റെ വിളി നിങ്ങൾ കേൾക്കുമോ? ഇന്ന് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിലേക്കൊന്ന് ചായ്ക്കുമോ? യേശുവിനെ നിങ്ങൾ നോക്കുമോ? യേശുവിനെ നിങ്ങൾ നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. യേശുവിനെ നോക്കുക. യേശുവിലേക്ക് നോക്കുക. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങളെങ്കിലേക്ക് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറെ ദൈവമില്ലല്ലോ. യേശുവിലേക്ക് നോക്കുക. ആർക്കും നോക്കാം, എവിടെ നിന്നുകൊണ്ടും നോക്കാം, ഏത് അന്ധകാരത്തിൽ നിന്നുകൊണ്ട് നോക്കാം. ദൈവത്തിന് സ്തോത്രം. ഏത് പാവച്ചെളിയിൽ നിന്നുകൊണ്ട് നോക്കാം. എവിടെയാണെങ്കിലും സാരമില്ല, യേശുവിലേക്ക് നോക്കിയാൽ മതി. അവൻ നിങ്ങളെ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു വിശ്വസിച്ച് നോക്കുക. ആരിപ്പോൾ ഇതിന് തയ്യാറാകും? നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ ആരിപ്പോൾ തങ്ങളെ തന്നെ സമർപ്പിക്കും? ഇപ്പോൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. യേശുവിനോട് പറയുക, യേശുവേ, ഇന്ന് നീ എന്നെ രക്ഷിക്കണമേ. എൻ്റെ യേശുവേ, ഇന്ന് നിൻ്റെ ചെങ്കലെ ചോരയാൽ എന്നെ കഴുകണമേ. രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് ഞാൻ തിരുമുൻപാകെ വാക്ക് പറയുന്നു. ഹല്ലേലൂയ. ആരുടെ ദൈവത്തിൽ വാക്ക് പറയുന്നുണ്ട്? കണ്ണുകളെ നിങ്ങൾ അടച്ചുകൊണ്ട്, തലകളെ താഴ്ത്തിക്കൊണ്ട്, നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന യേശുവിനോട് നിങ്ങൾ പറയുക, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ ദാസൻ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, നീ എനിക്ക് ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. മിശിഹായെ, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തു കൊള്ളണമേ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അതിമനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കൂടെ ഞങ്ങൾക്ക് വചനം കേൾക്കാൻ ഈ അവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാ ക്രമീകരണങ്ങളും തന്ന് ഞങ്ങളെ നിൻ്റെ വചനം കേൾപ്പിച്ചു തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. നാഥ, നിന്നെ അടുത്തറിയുവാനും നിന്നെ സ്നേഹിപ്പാനും ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, തിരുമുമ്പാകെ സമർപ്പിച്ച ഈ മക്കളെല്ലാവരെയും തൃക്കരം നീട്ടി അവിടെ നിന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.